ഹലോ, എൻ്റെ പേര് ശ്രീതു എന്നാണ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനാണെങ്കിൽ ജഡായിപ്പാറ പോയ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളിത് അവിടെ ചെന്ന് നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത്. ഇതാണ് ഞാൻ, അപ്പുറത്തിരിക്കുന്ന ഹസ്ബൻഡ്. ഇത് മദർ ലോ. ഇത് അവിടെ സ്ക്രീനിനകത്ത് എന്തൊക്കെയോ ഇട്ട് കാണിക്കുമായിരുന്നു. ഇതെൻ്റെ കുഞ്ഞാണേ, അത് ഫാദർ ലോ. അപ്പം അവിടെ നമ്മൾ ഫസ്റ്റ് കയറി, നമ്മൾ പാസ്സൊക്കെ കൊടുത്ത് കയറി, നമ്മൾ അകത്തോട്ട് കയറുവാണ്. നമ്മൾ കേബിൾ കാറിനകത്തോട്ട് കയറാൻ വേണ്ടി നമ്മളെ ഒരു ക്യൂ കൊണ്ടുപോകും. അതിനകത്തോട്ട് കയറുവാണ്. ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറേ സാങ്കേതിക പിഴവുകളൊക്കെ കാണും, ക്ഷമിച്ചേക്കണം. അപ്പം ഈ സംഭവമാണ് മറ്റേ കേബിൾ കാർ വരുന്ന സംഭവം. നമ്മളവിടെ ക്യൂ നിന്ന് കുറേ നേരം വെയിറ്റൊക്കെ ചെയ്ത് നമ്മളൊരു മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് എടുത്തെത്താറായി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, എടുത്തെത്താറായി. ഇതാ വരുന്നു. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് നമുക്ക് 555 രൂപയാണ് ഒരാൾക്ക്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പൈസയൊന്നും കൊടുക്കണ്ട. പക്ഷേ നമ്മുടെ ഈ കൊടുക്കുന്ന പൈസയ്ക്കുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് അവിടെ. കാരണം ഒരു ശ്രീരാമക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഒരുപാട് ഫോട്ടോസിനൊക്കെ നല്ല പറ്റിയ സ്പോട്ടാണ്. ഈ ഇത്ര പൈസയ്ക്ക് അവിടെ കാണാനുണ്ടെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷെ അവിടെ കയറിയപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടി. നമ്മളത് കേബിൾ കാറിൽ കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കയറുന്നത്. ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ ആയിരിക്കും, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. എങ്ങനെ ആയിരിക്കും, ഏതായിരിക്കും, എങ്ങനെയൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരാണ്. ഇച്ചിരി പൊക്കത്തോട്ടൊക്കെ പോകുമ്പം നമ്മൾ കുറച്ച് പേടിക്കും. താഴോട്ട് നോക്കുമ്പം അത് കണ്ടോ, ആ കാണുന്ന സ്ഥലം കണ്ടോ, അതിലേക്കൂടാണ് നടന്നു പോകുന്നവർക്ക് 375 രൂപ എന്തേ ഉള്ളൂ. നടന്നു പോകുന്നവർ അതിലേക്കൂടാണ് വരുന്നത്. കണ്ടോ, നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരാണ്, ഹസ്ബൻഡ്, കുഞ്ഞ്. താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഫോണിൻ്റെ വീഡിയോ ക്ലാരിറ്റി കുറച്ച് വളരെ മോശമാണ്. പിന്നെ അതേപോലെ തന്നെ ഒട്ടും പ്രിപ്പേർഡ് അല്ലായിരുന്നു ഞാൻ. അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുഴപ്പങ്ങളൊക്കെ കാണും. ഇത് നമ്മൾ ആ കേബിൾ കാറിൽ ഇരുന്നിട്ടുള്ള വ്യൂ ആണ്. അവിടെ നമ്മൾ കുറച്ച് പോകണം. ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. പക്ഷേ ഈ ഭയങ്കര കുറച്ച് നേരം നിർത്തിയിട്ടാണ് പോകുന്നത്. നമുക്കവിടെ കാണണ്ടേ, നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ട് പോകണ്ടേ. അപ്പോൾ കുറച്ച് പയ്യാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ പോകാം. പിന്നെ അവിടെ ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. നമ്മുടെ ഫ്രണ്ടിലൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്നവരാ. ഇവരൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടാൽ സപ്പോർട്ട് ചെയ്യണം. ഓപ്പോസിറ്റ് പോകുന്നവരാ. കുറേ മലയാളീസ് അല്ല കേട്ടോ. ഞാൻ കൊല്ലംകാരിയാണ് ബേസിക്കലി. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഇടുക്കിക്കാർ, എറണാകുളംകാർ കുറേ പേരെ പരിചയപ്പെട്ടു. പക്ഷേ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നിയ കാര്യത്തിൽ, നമ്മൾ കൊല്ലം കിടന്നിട്ട് നമ്മൾ ഇതുവരെ പോയില്ലല്ലോ എന്നോർത്ത്. അത് കണ്ടോ, സ്റ്റെപ്പ് നടന്നു പോകുന്നവർക്കുള്ള വഴിയാണ്. ഒരു കുളം സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മളങ്ങോട്ട് പോവാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ അവർ നല്ല കമ്പനിയായിരുന്നു. ഇത് മദർ ലോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി. ഇത് ഫ്രണ്ടിലെത്തത് നമ്മൾ എത്താറായി കേട്ടോ. അവിടെ ജഡായിപ്പാറയുടെ അവിടെ എത്താറായി. ഓക്കെ, നമ്മളതേ അവിടെ എത്താറായി. കുറച്ച് ലാഗായി അല്ലേ, കുഴപ്പമില്ല, അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം. അപ്പം നമ്മൾ എത്താറായി. ഇതേ കണ്ടോ, ജഡായുവിൻ്റെ എന്തത് കൈയാണോ, അല്ല മറ്റേ നഖം കണ്ടോ. നമ്മളിപ്പോൾ അവിടെ എത്തും കേട്ടോ. നമ്മൾ ഈ ചടയമംഗലം എത്തിയാൽ തന്നെ നമുക്ക് അവിടെ ഇത് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ചടയമംഗലം എത്തിയപ്പോഴേ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ മലയാളീസ് അല്ലാത്ത കുറേ ആൾക്കാരെ കണ്ട്. മലയാളീസ് അല്ല ബേസിക്കലി ഇവിടെ കൂടുതൽ, അല്ലാത്ത ആൾക്കാരാണ്. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ. ഹസ്ബൻഡും കുഞ്ഞുമാണ്. കുഞ്ഞ് നല്ലപോലെ എൻജോയ് ചെയ്തു. നമ്മൾ കുഞ്ഞാണ് കൊണ്ടുപോകരുത് അങ്ങനെയൊന്നും വിചാരിക്കരുത്. എൻ്റെ കുഞ്ഞിന് 10 മാസമായതേ ഉള്ളൂ. തിരിച്ചറിയാറായിട്ടൊന്നുമില്ല. പക്ഷേ അവരത് കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ വെട്ടവും വെളിച്ചവും അല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ കാണുമ്പം അവരും അത് എൻജോയ് ചെയ്യും. അതിലേക്കൂടെ കേട്ടോ പോകുന്നത്. നമ്മളിവിടെ നിർത്തും. നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ ഫ്രണ്ടിൽ പോകുന്നവരൊന്നും മലയാളീസ് അല്ല കേട്ടോ.
ഇവരെ പിന്നെ കണ്ടില്ല. ഇവരെ പിന്നെ എവിടെയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞ് പോരുന്നു. അവരവിടെ നിന്നെയായിരുന്നു തോന്നുന്നു. ഇതിലേ കൂടാണ് നമ്മൾ സ്റ്റെപ്പ് കയറി ഇതാ എത്തി ജഡായുപ്പാറ. ഇതാണ് ജഡായുപ്പാറ. നമ്മൾ ഇതിനകത്ത് ഇത് ടച്ച് ചെയ്യാനൊന്നും പാടില്ല. ഇതാണ് ശ്രീരാമൻ്റെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാൽപാദം പതിഞ്ഞ്, അത് ഇതാണ് ഞാൻ നടന്നു പോയപ്പോൾ ഹസ്ബൻഡ് എടുത്ത വീഡിയോ. ഞാൻ കണ്ടില്ല. പിന്നെ കുഞ്ഞിൻ്റെ ഉണ്ടല്ലോ, കുഞ്ഞിൻ്റെ ഫീഡിങ് ബോട്ടിൽ ഒരു കുരങ്ങൻ എടുത്തുകൊണ്ട് പോയി. എൻ്റെ പോക്കറ്റിൽ ഇരുന്നതാട്ടോ. ഒരു കുരങ്ങൻ എടുത്തുകൊണ്ട് പോയി. നമ്മൾ കൊണ്ടുപോകുമ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊന്നും അലൗഡല്ല. ഞങ്ങൾ വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ ChatGPT ചോദിച്ചപ്പം വെള്ളം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടോ കുഞ്ഞിൻ്റെ ഫീഡിങ് ബോട്ടിൽ, എൻ്റെ മോളുടെ ഫീഡിങ് ബോട്ടിലാണത്. ഞാൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയത്. എൻ്റെ പോക്കറ്റിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി അവനെടുത്തുകൊണ്ട് പോയതാണ്. എൻ്റെ ഹസ്ബൻഡാട്ടോ വീഡിയോ എടുക്കുന്നത്. ഹസ്ബൻഡും കുഞ്ഞിൻ്റെ ഫേസ് കണ്ടോ. നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ദേഷ്യപ്പെട്ട്. ഇത് ഞാൻ എന്തൊക്കെയോ എന്തൊക്കെയോ കാണിക്കുകയോ ചെയ്യാണ്. എന്തൊക്കെയാണെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഇത് നമ്മൾ തിരിച്ചിറങ്ങാൻ നമ്മൾ ക്യൂ നിൽക്കുന്നതാണ് ഇത്. ഞാൻ അവിടെ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്ത് വീഡിയോ എടുത്തില്ലായിരുന്നു. ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം എല്ലാം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ തിരിച്ച് കേബിൾ കാർ വരുവാണ്. തിരിച്ചുള്ള വ്യൂ നമ്മൾ ഒരു 6:30 ആയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ എപ്പോഴും ബീച്ച് പേഴ്സണാണ്. കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ബീച്ചിലാണ്. അപ്പം അതിൽ നിന്നൊരു മാറി ഒരു സംഭവം ആയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എൻജോയ് ചെയ്യാൻ അവിടെ ഒരുപാട് എൻജോയ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം. ഇതിനകത്തെല്ലാം നടക്കാം, ഫോട്ടോസ് എടുക്കാം. ഇതെല്ലാം അങ്ങോട്ട് പോകുന്നവരാണ്. ഇത് കുറച്ച് നേരം നിർത്തിയാണ് ഇത് അങ്ങോട്ട് പോവുകയും വരികയും ചെയ്യുന്നത്. പിന്നെ അവിടെ വെച്ച് നമ്മൾ മഹാരാഷ്ട്രയിലുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടായിരുന്നു. ആ മഹാരാഷ്ട്രക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു കേരള സ്റ്റോറി റിയൽ സംഭവമാണോ എന്ന്. നമ്മൾ ഞെട്ടിപ്പോയി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ പോകുമ്പം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി അലൗഡല്ല. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കയറ്റത്തില്ല. കുഞ്ഞിൻ്റെ ഫീഡിങ് ബോട്ടിൽ കെട്ടിയായിരുന്നു. അത് കുരങ്ങൻ കൊണ്ടുപോയി. ഇന്ന് താഴേക്കുള്ളത് കുറച്ച് നേരം അവിടെ നിർത്തി. ഉണ്ടോ ഒരു ഹെലിപ്പാഡ് വരാനൊരു ഇതൊക്കെയുണ്ട്. ഇത് അച്ഛനാണ്. ജഡൈപ്പാറ കാണുന്നോ നിങ്ങൾ? ഇവരാണ് മഹാരാഷ്ട്രക്കാർ. ഇവരാണ് നമ്മളത് ചോദിച്ചത്. കേരള സ്റ്റോറിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഇവരാണ് ചോദിച്ചത്. കുഞ്ഞിൻ്റെ അടപ്പ് ഞാൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നതൊന്നും മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത്രയൊക്കെയുള്ളൂ. നമ്മൾ ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എന്നാലും ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരാൾക്ക് 555 രൂപയാണ് കേബിൾ കാറിൽ കയറുമ്പം. അല്ലെങ്കിൽ 387 രൂപ. അത് 850 പടികൾ അടുപ്പിച്ചുണ്ട്. അത് ഭയങ്കര കുത്തനെ കിടക്കുന്ന പടികളാണ്. നമുക്കത് ഭയങ്കര പാടായിരിക്കും കയറാൻ. കാരണം നമ്മുടെ കുഞ്ഞുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ഒരു 90% ആൾക്കാരും കേബിൾ കാർ യൂസ് ചെയ്താണ് കയറിയത്. കാരണം കുഞ്ഞുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. പിന്നെ നമ്മളും ടയേർഡാവും. നമ്മുടെ കയ്യിൽ വെള്ളമില്ല. കയറുന്ന വഴിക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലേ ഉള്ളായിരുന്നു. അതൊക്കെ എട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡാവത്തില്ലേ. അപ്പം കേബിൾ കാറാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. നമ്മൾ മുകളിൽ കൂടെ കണ്ട് വ്യൂ ഒക്കെ കണ്ട് പോകുന്നതല്ലേ നല്ലത്. പിന്നെ ഈ പറയുന്ന പോലെ കടുമല ഇഷ്ടമുള്ളവർക്കൊക്കെ കാട്ടിൽ കൂടെ ഒക്കെ പോവാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക്. അത് ഓപ്പോസിറ്റ് കണ്ടോ, അവിടെയാണ് ആൾക്കാർ വരുന്നത്. അതിലേക്കൂടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇറക്കി വിടുന്നത് ഇതിലേക്കൂടാണ്. അന്നേരം ഹസ്ബൻഡ് കുഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് അപ്പോൾ നമ്മൾ ഇറങ്ങി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ ഇവിടെ അവരെ കണ്ടോ, അവർ കപ്പിൾസാണ്. അവർ എറണാകുളത്തു നിന്ന് വരുന്നവരാണ്. അവർ എറണാകുളത്തു നിന്ന് ഇവിടെ വർക്കലയിൽ വന്ന് അവിടെ വന്ന് എൻജോയ് ഒക്കെ ചെയ്ത് പിന്നെ ഇവർ തിരിച്ച് എറണാകുളം വരിക. അവർ കുറച്ച് പ്രായമുള്ളവരാണ്. അവർ ഈ സ്ഥലങ്ങൾ കാണാനുള്ള ഇൻട്രസ്റ്റ് അങ്ങനത്തെ അതൊക്കെ ഉണ്ട്. അവർ വന്ന് എൻജോയ് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഒരു ബോൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 150 രൂപ എന്തോ. ഒരു ബോൾ ത്രോ ചെയ്യുന്നതിന് 150 രൂപ. അന്നേരം എന്തോ ടെഡ്ഡി എന്തോ ഗിഫ്റ്റ് കിട്ടും. ഇത് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇത് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇതിലേക്കൂടെ നമ്മൾ കയറിപ്പോയത്, മനസ്സിലായില്ലേ? നമ്മൾ ഇറങ്ങി. വാഷ്റൂമുണ്ട്.
അല്ല, വാഷ്റൂം ഇവിടെ അല്ല കേട്ടോ. നമ്മളിവിടെ ഇങ്ങ് ഇറങ്ങി കുറച്ച് താഴോട്ട് പോകുമ്പോഴാണ് വാഷ്റൂം ഉള്ളത്. ഇതാണ് ജടായുപ്പാറയുടെ നമ്മൾ ആ കയറുന്ന മെയിൻ എൻട്രൻസ്. നമ്മൾ അകത്തിരുന്നില്ലേ, ഞാൻ ടി വിയിലെ വ്യൂ ഒക്കെ കാണിച്ചെന്നില്ലേ ഫസ്റ്റ്, അത് ഇതിനകത്ത് വെച്ചുള്ളതാണ്. ഞാൻ തുടക്കം എടുത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും പ്രിപ്പേർഡ് അല്ലായിരുന്നെന്ന്. എൻ്റെ കുഞ്ഞ് ഹായ് തരുവാണ്. ടയർഡായി. കുറേ ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ കുറേ ആവശ്യമില്ലാത്ത വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഞാൻ ബെറ്ററാക്കാം. അപ്പം നമ്മൾ താഴോട്ട് പോവാണ്. അമ്മയടുത്ത് ഞാൻ പറയുകയാണ്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാനുള്ള വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് അമ്മയടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴെ എത്തുമ്പോഴാണ് വാഷ്റൂം. ഇവരാണ് കേട്ടോ ചോദിച്ചത്, മറ്റേ കേരള സ്റ്റോറിയുടെ കാര്യം. അപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് വാഷ്റൂം. 6 മണി വരെ ഉള്ളൂ ഈ നമുക്ക് ടിക്കറ്റ് തരുന്നത് അകത്തോട്ട് കയറാൻ. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഞാൻ കാണിച്ചു തരാം. നമുക്ക് 6 മണി വരെ ഉള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ ബോട്ടിൽ അടപ്പ് മറ്റേ കുരങ്ങനെടുത്തില്ലേ എൻ്റെ വാഷ്റൂം അങ്ങോട്ടാകുമ്പോൾ വാഷ്റൂമിൽ പോയി ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞിൻ്റെ തന്നിട്ട് ഹസ്ബൻഡ് വാഷ്റൂമിലോട്ട് പോയി. ഞാനും കുഞ്ഞും ഉള്ളായിരുന്നു. അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇതാണ് ഫ്രണ്ട്, ഇത് ആൾക്കാരിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കണ്ടോ, അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ കുറച്ച് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്ത് കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് ഫസ്റ്റ് വീഡിയോ ഉണ്ട്, ഒരു ചമ്മലായതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി. ഈ പുള്ളിക്കാരിയാണ് വന്ന് സംസാരിച്ചത് കുഞ്ഞിൻ്റെ അടുത്ത്. അവിടെ വെള്ളമുണ്ട്, മുകളിൽ വെള്ളമുണ്ട് കേട്ടോ. പക്ഷേ മുകളിൽ ഈ ടീക്കൊക്കെ 50 രൂപ എന്തോ, ഇതിൻ്റെ അകത്ത് 40 രൂപയാണ്. ഇതൊക്കെ മുകളിലുള്ള വ്യൂ കേട്ടോ. ഞാൻ ഇടയിലായിപ്പോയി, ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഇടയിലായിപ്പോയി. ഇത് മുകളിൽ നമുക്കവിടെ ഒരു സ്പോട്ടുണ്ട്. ഞാൻ അവിടെ വെച്ച് കുഞ്ഞിൻ്റെ വീഡിയോ എടുത്തതാണ്. ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ചായക്ക് ഭയങ്കര പൈസയായിരുന്നെന്ന്. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നു. ഒരു കടയിൽ വന്ന് ചായയും ഉഴുന്നുവടയും കഴിച്ചു. ഇതാണ് കട. നമ്മളിതോ ഈ വഴിയല്ല, മറ്റേ വഴിയുണ്ടോ, നമ്മൾ അതിലേക്കൂടെ കയറി വന്നത്. നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ടല്ല, നമ്മൾ ബേസിക്കലി നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് വീട്ടിൽ പോയത്. വീട്ടിൽ പോയപ്പോൾ നൈറ്റായി. ഇതൊക്കെ ഞാൻ പോയ വഴിക്ക് എടുത്തതാണ്. ഇതൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും പ്രിപ്പേർഡ് അല്ലായിരുന്നു. റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ കയറി ഞങ്ങൾ തിരിച്ചൊരു 9:30 ആയിട്ടോ വീട്ടിൽ വന്നപ്പം. പിന്നെ ഞാൻ കുഞ്ഞിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുഞ്ഞിന് കുറുക്ക് കൊടുക്കുക, വെള്ളാവ് കുറുക്ക് കുടിക്കുക, പാട്ടൊക്കെ കേട്ട് കുറുക്ക് കുടിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. കുറേ പോരായ്മകളുണ്ട് എന്നെനിക്കറിയാം. ഞാൻ ട്രൈ ചെയ്തതാണ്. സപ്പോർട്ട് ചെയ്യണം. ബൈ.